ഹലോ എവറി വൺ, വെൽക്കം ടു അയോധ്യ വീഡിയോ. നമ്മൾ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കൊടും തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാണ്. നിങ്ങൾക്ക് പുറത്ത് കാണാം, ഭയങ്കര കോടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ചൂടുവെള്ളം കിട്ടാത്തതുകൊണ്ട് ഇവിടുന്ന് ഹീറ്റർ മേടിച്ചിട്ട് ബക്കറ്റിൽ വെള്ളം ആക്കിയിട്ട് ഇവിടെ ചൂടാക്കുവാണ്. അത് കണ്ടില്ല, ഈ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടോ? നമ്മളെ അയോധ്യയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ ഇത് കലക്കവെള്ളമാണ്. എന്നാലും ചൂടായി കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. നല്ല തണുപ്പാണ് ഇവിടെ. ഒരു 8 ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത്, പക്ഷേ ഫീൽ ലൈക്ക് ഒരു 3 ഡിഗ്രി 2 ഡിഗ്രി ആ റേഞ്ചൊക്കെയാണ്. ഇത് കണ്ടോ, നമ്മൾ റൂം കിട്ടിയത് തന്നെ വലിയ പണിപ്പെട്ടാണ്. ഇവിടെ 1650 രൂപയാണ് ഒരാൾക്ക് താമസിക്കാൻ അവർ വാടക മേടിക്കുന്നത്. ഒരു ഉൾപ്രദേശമാണ് കേട്ടോ. അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് നടന്നിട്ട് ഒരു 2 കിലോമീറ്ററും ഉള്ളോട്ട് വന്നിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. പുറത്തുള്ള വിഷ്വൽസ് കാണിക്കാൻ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അയോധ്യയിലേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. നമ്മൾ ബസ് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 6 കിലോമീറ്റർ അപ്പുറം വേണം ബസ് ഇറങ്ങാൻ. അവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഓട്ടോയും അതുപോലെ ഓട്ടോ എല്ലാം കിട്ടും. അത് ഭാഗ്യം പോലെ ഇരിക്കും. ഇന്നലെ എനിക്ക് കിട്ടിയ ഓട്ടോയും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. ഞാൻ എന്നിട്ട് 2 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ അവസ്ഥയിൽ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കേണ്ടി വരും നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ രാമക്ഷേത്രത്തിൽ പോകുമ്പോഴും നടന്നിട്ടാണ് പോകുന്നത്. 2 കിലോമീറ്ററാണ് പ്രതീക്ഷിക്കുന്നത്. 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ. നമ്മൾ ഇന്നലെ താമസിച്ച റൂമാണിത്. നമ്മളിവിടെ നടന്നിട്ട് ഈ വഴി ഇങ്ങനെ പോയിട്ട് വേണം രാം മന്ദിറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്തു നിന്ന് അവിടുന്ന് റോട്ടിലേക്ക് ഇറങ്ങി ഇവിടുന്ന് വല്ല ഓട്ടോയും കിട്ടുമോ നോക്കാം. ഇവിടെ ചെറിയ ഇലക്ട്രിക് ഓട്ടോയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ടുക് ഓട്ടോറിക്ഷയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അതിനകത്ത് കയറിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല മൂടൽമഞ്ഞാണ്, നല്ല തണുപ്പാണ്. 8 ഡിഗ്രി 7 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ സെൽഷ്യസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ സംസാരിക്കുന്നതിലും വരുന്നുണ്ട്. നമ്മൾ നടന്നിങ്ങനെ പോരുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ ഓട്ടോ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും രാം മന്ദിർ വരെ ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. ഇത് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയാണ്. നമുക്ക് അവിടെ അടുത്തുള്ള ഏരിയയിൽ പോയിട്ട് റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയത്. അവിടെ ഒരു ബോർഡ് പോലും ഇല്ല റെസിഡൻസി എന്ന് പറഞ്ഞിട്ട്. എന്നാലും നമുക്കവിടെ താമസം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വെള്ളം മോശമായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്കൊരു ടുക് വണ്ടി കിട്ടിയിട്ടുണ്ട്. രാം മന്ദിർ പോകുന്ന പറയുന്നത്. അപ്പോൾ ഞാനടക്കം ഈ വണ്ടിക്കകത്തൊരു 8 പേരോളം ഉണ്ട് കേട്ടോ. എല്ലാവരും രാമക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിങ്ങനെ യാത്രയിലാണ്. അങ്ങനെ നമ്മൾ ആ ടുക് ഓട്ടോയിൽ വന്നിട്ട് ഇവിടെ എൻട്രൻസിൽ, അതായത് മെയിൻ റോഡിൻ്റെ എൻട്രൻസിൽ നമ്മളെ ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികൾ പോവില്ല. നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. സമയം ഇപ്പോൾ രാവിലെ 9:45. ഞാനിവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ രാമക്ഷേത്രം ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. നമുക്കിങ്ങനെ നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പ്രസാദം കഴിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വയറ് കാലിയാവത്തില്ല. പോകുന്ന വഴിയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പലരും പൂജിക്കുന്ന പ്രസാദങ്ങൾ പോകുന്നവർ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുന്ന് ഏകദേശം 1.2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ റൂട്ടാണ് പോകേണ്ടത്. കണ്ടോ, തിരക്ക് കണ്ടോ. നല്ല തിരക്കാണ്, കൂട്ടത്തിൽ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ വരുന്നവരുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടേക്ക് വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല കേട്ടോ. ടുക് ഓട്ടോ പോലും ബൈക്ക് പോലും ഈ മെയിൻ റോഡിലേക്ക് കടത്തി വിടുന്നില്ല. നമ്മൾ നടന്നു തന്നെ വേണം പോകാനായിട്ട്. ഒരു ഏകദേശം 1.2 കിലോമീറ്ററാണ് ഇപ്പം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന വാക്കിംഗ് ഡിസ്റ്റൻസ്. 20 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുണ്ട്. നമ്മൾ നടക്കുമ്പോൾ അവിടെ ദൂരെ ബോർഡ് കാണാം, ജയ ശ്രീരാം മന്ദിർ എന്ന് പറഞ്ഞിട്ട് റൈറ്റിലേക്ക്. അങ്ങോട്ടാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോവാണ്. നല്ല തിരക്കാണ് കേട്ടോ. അവിടെ എത്തിയുള്ള അവസ്ഥ എന്താവും നമുക്കറിയില്ല. പോയി നോക്കാം എന്തായാലും. നമുക്ക് ഫോണെല്ലാം കൊടുത്തിട്ട് വേണം കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് കുറച്ച് സമയം ക്യൂ നിന്നാലും കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മൾ അകത്ത് കയറി ദർശനം നടത്തുന്നതായിരിക്കും. നല്ല സെക്യൂരിറ്റിയാണ് കേട്ടോ ഇവിടെയൊക്കെ. സമയം ഇപ്പോൾ രാവിലെ 10 മണിയായി. എന്തായാലും നമ്മൾ വരാൻ ഉദ്ദേശിച്ചിരുന്ന രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വന്നിട്ട് 7 മണിക്ക് തുറക്കുമ്പോൾ തന്നെ കയറാൻ വേണ്ടിയായിരുന്നു. പക്ഷെ തണുപ്പ് അതിന് സമ്മതിച്ചില്ല ഒരിക്കലും. നല്ല തണുപ്പാണ്. നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടെ ക്യൂ കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു ഇത്.
പക്ഷെ ഇവിടെ നിന്ന് ആൾക്കാരെ കാണുന്നില്ല. എന്തായാലും നമ്മൾ നടന്നു പോകുമ്പോൾ ഓരോ വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കണ്ടത് ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എമർജൻസി ആയിട്ട് തന്നെ ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് വേറൊന്നും ആവാൻ വഴിയില്ല. കാരണം ഇതിങ്ങനെ കെട്ടിട്ടേക്കുന്നത് സെൻട്രലിലെ ആൾക്കാരെ നിർത്തിക്കൊണ്ട് ക്യൂ ആക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും നമ്മൾ സെക്യൂരിറ്റി ഭാഗമായിട്ട് ബാഗും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അപ്പുറ സൈഡിലാണ് നമ്മൾ ചെക്കിങ് കണ്ടത്. ചെക്കിങ് കഴിഞ്ഞിട്ട് ബാഗെല്ലാം ഇവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ഇവിടെ റാം മന്ദിറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ടൊരു 600 മീറ്റർ ദൂരം മാത്രമേ നടക്കാനുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഫോൺ അലൗഡ് അല്ല, ബാഗും അലൗഡ് അല്ല. ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഈ ലോക്കറിൽ ബാഗും ഫോണും കൊടുത്തതിന് ശേഷം വേണം റാം മന്ദിറിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാനായിട്ട്. ഈ ഒരു പ്രദേശം മുഴുവനും ജയ ശ്രീരാം വിളികൾ കൊണ്ട് മുഖരിതമായിരിക്കുകയാണ് മൊത്തം. അപ്പോൾ നമുക്ക് ഞാൻ വോയിസ് ക്ലിയർ ആവാത്തത് ഞാൻ ഫേസിൽ മാസ്ക് വെച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് മാസ്ക് മാറ്റി സംസാരിക്കാം. ഇവിടം വരെയുള്ളൂ നമുക്ക് ബാഗും ഫോണും ഒക്കെ ആയിട്ട് വരാൻ പറ്റുക. അപ്പോൾ നമ്മളെന്തായാലും ഫോണും ബാഗും എല്ലാം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പോവാണ്. അപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് ബാക്കി വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നു. ഈ കൗണ്ടറിൻ്റെ അപ്പുറത്തും ഇതുപോലെ തന്നെ നമ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് കൊടുത്ത ലോക്കറിലുള്ള ഐറ്റംസ് അവിടുന്ന് മേടിക്കാം. ഇവിടെ കൊടുക്കാം, അപ്പുറത്ത് മേടിക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുന്നവർ തിരക്കും അപ്പുറത്ത് മേടിക്കുന്നവർ തിരക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരേ കൗണ്ടറിൽ കൊടുക്കുന്ന വാങ്ങിക്കുന്നുള്ള ആ തിരക്ക് ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ അകത്ത് കയറിയിട്ട് കണ്ട കാര്യങ്ങൾ പറയാം. ഈ ശ്രീരാമക്ഷേത്ര നിർമ്മിതി എന്ന് പറയുന്നത് വളരെ അത്ഭുതം തന്നെയാണ്. അത് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടാവുള്ളൂ. നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പുറത്തുള്ള വിഷ്വൽസൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അകത്തോട്ട് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വിഷ്വൽസ് എടുക്കാൻ സാധിച്ചില്ല. ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വന്നവർക്കെല്ലാം ഈ മൊബൈൽ ഫോൺ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുമായിരുന്നു. മൊബൈൽ ഫോണും കൊണ്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കൗണ്ടറിൽ നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ കയ്യിലുള്ള ബാഗ്, വാച്ച്, പ്രത്യേകം ശ്രദ്ധിക്കുക, വാച്ച് കെട്ടാൻ പാടില്ല. ബാഗ്, വാച്ച്, മൊബൈൽ ഫോണ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ കൗണ്ടറിൽ കൊടുത്ത ശേഷം മാത്രമേ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇനി മുതൽ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അയോധ്യ ഡാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്ന വിഷ്വലിൽ അയോധ്യയിലെ പഴയ റെയിൽവേ സ്റ്റേഷനും ഈ കാണുന്നത് അയോധ്യയിലെ പുതിയ റെയിൽവേ സ്റ്റേഷനുമാണ്. പുതിയ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അകത്തോട്ട് കയറിയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കാം. നമ്മുടെ ശ്രീരാമക്ഷേത്ര നിർമ്മിതി പോലെ തന്നെ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടാണ് ഈ സ്റ്റേഷനിലെ തൂണുകളും കാര്യങ്ങളൊക്കെ പണിതിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു എയർപോർട്ടിൻ്റെ മാതൃകയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. അങ്ങനെ ഗേറ്റ് 1, ഗേറ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകളുണ്ട്. അതിൽ ഗേറ്റ് 1 നമുക്ക് പ്രവേശനമില്ല, ഗേറ്റ് 2 പ്രവേശനമില്ല. നമുക്ക് വേണമെങ്കിൽ ഗേറ്റ് 3 നമുക്ക് അകത്തോട്ട് പ്രവേശിച്ചിട്ട് അവിടുത്തെ അകത്തുള്ള വിഷ്വൽസ് എല്ലാം കാണാം. ഞാൻ നിങ്ങളത് കാണിക്കാം. ഇപ്പം ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള തൂണുകളാണ്. ഏകദേശം 100 കണക്കിന് തൂണുകളാണ് ഇവിടെ ഇതുപോലെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ നാച്ചുറൽ നിർമ്മിതിയാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗേറ്റ് 3 അകത്തോട്ട് പ്രവേശിച്ചിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നോക്കിയേ, ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു എയർപോർട്ട് പോലെ തന്നെ ഉണ്ട്. പുറത്ത് ട്രെയിൻ കിടക്കുന്നത് കാണാം. ഇവിടെ ടൈം കാണിക്കുന്നത് പോലും നമ്മുടെ എയർപോർട്ടുകളിൽ ടൈം കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല, 2 ഫ്ലോറുകൾ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ആയിട്ട് 2 ഫ്ലോറുകൾ നമുക്ക് മുകളിൽ കാണാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അയോധ്യ ധാം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ വേറെ ഉണ്ട്. അയോധ്യ ധാം എന്ന് പറയുന്നതാണ് നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അതാണ് പുതുക്കി ഇതുപോലെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ടൊരു എയർപോർട്ട് പോലെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട്. മാത്രമല്ല CCTV മോണിറ്റേർഡ് ആണ്. ഫുൾ ടൈം ഇവിടെ CCTV ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് ഇത് AC ആയിരിക്കാം. ഭാവിയിൽ ഇവിടെ ഈ സ്റ്റേഷൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ഇത് AC ആയിട്ട് തന്നെ പ്രവർത്തിക്കുമായിരിക്കാം.
അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ഡോറും അടഞ്ഞും തുറക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു എയർപോർട്ട് മാതൃകയിലാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ അയോധ്യ ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ടുക്ടുക്കിനകത്ത് ഓട്ടോ എന്ന് പറയാം, ഓട്ടോയ്ക്കകത്ത് ബസ് സ്റ്റാൻഡ് വരെ പോവാണ്. ഒരു 16 കിലോമീറ്റർ ഉണ്ട് ഇവിടം വരെ ബസ്സൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ ഓട്ടോ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് ടോട്ടൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. ബാക്കിൽ 4 പേര് വെച്ച് 8 പേരും, ഫ്രണ്ടിൽ 2 പേരും ഉണ്ടായിരുന്നത്. ഡ്രൈവർ വേറെ, മൊത്തം 11 പേരായി വണ്ടിക്കകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ഫൈസാബാദ് എന്നാണ്. ഞാൻ ഫൈസാബാദിൽ നിന്ന് സുൽത്താൻപൂർ വരെ ബസ്സിന് പോവാണ്. അവിടുന്ന് അങ്ങോട്ട് വാരണാസി വരെ വേറൊരു ബസ്സിനും കയറാനുണ്ട്. അപ്പം ഫൈസാബാദ് വരെയാണ് നിലവിൽ ബസ് സർവീസ് ഇപ്പം ഉള്ളത്. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓട്ടോയിൽ വേണം പോകാനായിട്ട്. ഓട്ടോയിൽ പോയാലും ഒരു 2 കിലോമീറ്റർ മുമ്പ് വരെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വിഷ്വൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഒരുപാട് യാത്രാ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.